മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് ഇന്റെപ്പൂപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൻ്റെ തുടർച്ച. കുഞ്ഞു പാത്തുമ്മയ്ക്കിനി ആരുമില്ല. ഉമ്മയുടെ മയ്യത്ത് ആരെങ്കിലുമൊക്കെ വന്ന് കുളിപ്പിച്ച് പുതുവസ്ത്രത്തിൽ കഫം പൊതിഞ്ഞ് മയ്യത്ത് കട്ടിലായ സന്തൂക്കിൽ വെച്ച് ലാഹിലാഹില്ലല്ലാഹു ലാഹിലാഹില്ലല്ലാഹു എന്ന് കൂട്ടം ചേർന്ന് മന്ത്രിച്ചുകൊണ്ട് ചുമന്നുകൊണ്ടുപോയി പള്ളിയിലെ മയ്യത്ത് പറമ്പിൽ കബറടക്കം ചെയ്യും. പിന്നെ അവൾ തനിച്ച്. ഒന്നും ചിന്തിക്കാൻ വയ്യ. കുഞ്ഞു പാത്തുമ്മയുടെ കണ്ണുകൾ കാണാതായി. അവൾ വാവിട്ട് കരഞ്ഞു. യാ ഇലാഹി, ദൈവമേ, അന്നാലും ബാപ്പ ഇത് ചെയ്തുവല്ലോ. മകളെ, ബാപ്പ പറഞ്ഞു, കരയാതെ, നീ എറാത്ത് പോയിരി. കുഞ്ഞു പാത്തുമ്മ ഒരു കണക്കിൽ ഇറയത്തു ചെന്നു തൂണും പിടിച്ചു നിന്നു, ഒച്ചയുണ്ടാക്കാതെ. പിന്നെയും അവൾ വളരെ കരഞ്ഞു. ഒരു സമാധാനവും വന്നില്ല. അങ്ങനെ നിൽക്കുമ്പോൾ അവൾ സജറത്തുൽ മുൻതഹയെ പറ്റി ഓർത്തു. സ്വർഗത്തിലാണ് സജറത്തുൽ മുൻതഹ എന്ന ആ മഹാവൃക്ഷത്തിൻ്റെ പേര്. ആ മഹാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 3 നദികൾ പുറപ്പെടുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നുള്ള നദികൾ. നൈൽ, ടൈഗ്രീസ്, യൂഫ്രട്ടീസ്. ഇതൊക്കെ പറഞ്ഞിട്ടെന്തു ഫലം? സജറത്തുൽ മുൻതഹ പോലുള്ള സുന്ദരങ്ങളായ ഐതിഹ്യങ്ങൾ ഓർക്കാൻ രസമുണ്ട്. എല്ലാ മതങ്ങളിലുമുണ്ട് ഇത്തരം ഐതിഹ്യങ്ങൾ. ഭക്തജനം വിശ്വസിക്കുന്നു. ഇതെല്ലാം അവൾ പള്ളിയിൽ നിന്ന് കേട്ട വാസ് എന്ന ഒരു രാപ്രസംഗത്തിൽ നിന്നും മനസ്സിലാക്കിയതാണ്. ആ വൃക്ഷത്തിലെ ഇലകളിൽ എല്ലാ ജീവജാലങ്ങളുടെയും പേരുകളുണ്ട്. കാറ്റടിക്കുമ്പോൾ ആ ഇലകളിൽ ചിലത് വീഴും. വീഴുന്ന ഇലയിൽ പേരെഴുതിയിട്ടുള്ള ജീവി മരിക്കും. ചില ഇല കാലമായി പഴുത്തു തന്നെ ആയിരിക്കും വീഴുന്നത്. ചിലത് പച്ചയ്ക്കും ചിലത് കുരുന്നിലെയും വീഴും. ഉമ്മായുടെ പേരെഴുതിയ ഇല എന്നവൾ ഓർത്തപ്പോൾ അകത്തുനിന്ന് ഉമ്മയുടെ ശബ്ദം കേട്ടു. പടച്ചോനെ, ഉമ്മ പറയുകയാണ്, എനിക്കാരുമില്ല മയ്യദ്ദീനെ, എനിക്കാരുമില്ല. കുഞ്ഞു പാത്തുമ്മയുടെ സങ്കടമെല്ലാം പോയി. അവൾ ഓർത്തു. കാറ്റ് വീശി, ഇല വീണില്ല.